കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ 10ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നമ്മളെ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായ നിങ്ങളോട് ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുവാനായി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ആ ഒരു മനോഭാവത്തോടെ ഈ എപ്പിസോഡുകൾ കാണുവാനായി ഞാൻ നിങ്ങളെ വിശേഷാൽ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സുവിശേഷം നിങ്ങൾ വായിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവവചനം പ്രാർത്ഥനയോടെ വായിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ദൂതുകൾ, വെളിപ്പാടുകൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കി തരും. നമ്മുടെ ഉൾക്കണ്ണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്ന് ആഴമേറിയ ദൈവവചന സത്യം നമ്മെ ദൈവാത്മാവ് ഗ്രഹിപ്പിക്കും. അത് നിമിത്തം കർത്താവിനോട് ചേർന്ന് നടക്കുവാനായി നമ്മൾക്ക് ഇടയായിത്തീരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. ആദ്യത്തെ 18 വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഖവരയാണ്. അത് നമ്മൾ പൂർത്തീകരിച്ച ശേഷം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായി തുടങ്ങി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് എഴുത്തുകാരനായ യോഹന്നാൻ വളരെയധികം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് എഴുത്തുകാരനായ യോഹന്നാൻ പറയുന്നുണ്ട്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായി തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ. പ്രീ എക്സിസ്റ്റൻ്റായ ലോഗോസിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ് നമ്മൾ ഈ 6 മുതലുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ ഇന്നലത്തെ നിത്യതയിൽ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചു. എന്നാൽ 15ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ 15ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ സാക്ഷീകരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പിന്നെയും സാക്ഷീകരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. പഠനത്തിൻ്റെ സൗകര്യത്തിനായി ആ 34 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് രണ്ടായി തിരിച്ചു പഠിക്കുവാൻ കഴിയും. 19 മുതൽ 28 വരെ യോഹന്നാൻ സ്നാപകൻ യഹൂദന്മാരുടെ നേതൃത്വത്തോട് സാക്ഷീകരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആ കാര്യമായിരുന്നു നമ്മൾ പഠിക്കുകയുണ്ടായത്. യഹൂദ മതത്തിലെ നേതൃത്വം യോഹന്നാൻ സ്നാപകനോട് ചില ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായി. അനേക ആളുകൾ തൻ്റെ പ്രസംഗം കേട്ട് ജീവിതത്തിൽ തീരുമാനങ്ങളെടുത്ത് സ്നാനപ്പെടുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയും. ഈ വിഷയം, തൻ്റെ ആ പോപ്പുലാരിറ്റി അവരെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. മതപരമായി മാത്രമല്ല, രാഷ്ട്രീയപരമായി പോലും അങ്ങനെ ഒരു വലിയ പുരുഷാരം യോഹന്നാൻ സ്നാപകനെ പിന്തുടരുവാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നുണ്ടാകാമെന്ന കോംപ്ലിക്കേഷൻസ് കണക്കിലെടുത്തുകൊണ്ടാണ്
ഈ യഹൂദന്മാരുടെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യുവാനായി കടന്നു വരുന്നത്. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്ക് യോഹന്നാൻ അതിന് മുൻപിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ 19 മുതൽ 28 വരെയുള്ള യഹൂദന്മാരുടെ നേതൃത്വത്തിന് മുൻപിലുള്ള സാക്ഷ്യത്തെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് തിരിക്കാം. 19 മുതൽ 23 വരെ അവർ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് യോഹന്നാൻ സ്നാപകൻ മറുപടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നീ ഏലിയാവോ, നീ ക്രിസ്തുവാണോ, നീ ആ പ്രവാചകനാണോ? ഇങ്ങനെ 3 ചോദ്യങ്ങൾക്ക് നെഗറ്റീവായി ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനല്ല എന്ന് യോഹന്നാൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം യോഹന്നാൻ താൻ ആരാണെന്ന് യെശയ്യാ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ട് താൻ പറയുന്നു. 23-ാം വാക്യത്തിൽ അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെ ആക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നെഗറ്റീവായി അവരുടെ ചോദ്യങ്ങൾക്ക് യോഹന്നാൻ സ്നാപകൻ ഉത്തരം കൊടുത്തപ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഈ സ്നാനപ്പെടുത്തുന്നത് ഏതധികാരത്തോടെയാണെന്നുള്ള അവരുടെ രണ്ടാമത്തെ ചോദ്യത്തിനും യോഹന്നാൻ സ്നാപകൻ മറുപടി പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ സ്നാനത്തിൻ്റെ ചോദ്യം അവർ ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അതിനൊരു ഉത്തരം പറയാതെ അവിടെയും ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ ഭംഗിയായി നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ താൻ ഉയർത്തുകയാണ്. തൻ്റെ സ്നാനത്തിൻ്റെ പരിമിതികളെ പറഞ്ഞുകൊണ്ട് തൻ്റെ പിന്നാലെ വരുന്നവൻ്റെ പ്രാധാന്യതയെ താൻ ചൂണ്ടിക്കാട്ടുന്നതായിട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സ്നാപകൻ്റെ ആ ശുശ്രൂഷ 19 മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 28 വരെ നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾക്ക് വളരെ കോപ്പി ചെയ്യുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരംശം പോലും തന്നെ താൻ ഉയർത്താതെ തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ താൻ സ്റ്റിക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. കിട്ടുന്ന സകല ഓപ്പർച്യൂണിറ്റികളിലും തനിക്ക് പിന്നാലെ വരുന്ന യേശുക്രിസ്തുവിനെ താൻ ഉയർത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. ഒരു വാക്കിലോ പെരുമാറ്റത്തിലോ മനോഭാവത്തിലോ താൻ തന്നെത്താൻ ഉയർത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയത്തില്ല. ശരിക്കും നമ്മളിത് ചിന്തിച്ചാൽ താൻ തൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് സബോർഡിനേറ്റായി ആവർത്തിച്ചാവർത്തിച്ച് യോഹന്നാൻ സ്നാപകനും എഴുത്തുകാരനായ യോഹന്നാനും ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. മുൻപുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളൊക്കെ എഴുതിയ ശേഷമാണ് എഴുതിയത്. യോഹന്നാൻ സ്നാപകൻ ശക്തമായി യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചു എങ്കിലും ഒരു കൂട്ടം ആളുകൾ മശിയ രംഗത്ത് വന്നിട്ടും മശിയായുടെ പിന്നാലെ പോകാതെ യോഹന്നാൻ സ്നാപകൻ്റെ പിന്നാലെ തൻ്റെ ശിഷ്യന്മാരായി നിലനിൽക്കുന്ന അനുഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഖണ്ഡിക്കുവാനായി എഴുത്തുകാരനായ യോഹന്നാൻ താനായിട്ടും യോഹന്നാൻ സ്നാപകൻ്റെ പ്രസ്താവനകളിലൂടെ തൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയേക്കാൾ സബോർഡിനേറ്റാണ് എന്നുള്ള കാര്യം കൂടെ എടുത്ത് കാണിക്കുന്നത്. യോഹന്നാൻ്റെ ആ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചോളം സ്നാനം ഒരു പുതിയ കാര്യമല്ലായിരുന്നു. അവർക്ക് മതം ചേരുവാൻ കടന്നു വരുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ യഹൂദ മതത്തിലേക്ക് ചേർക്കുവാൻ അവർ ആ കാലഘട്ടത്തിൽ സ്നാനം കൊടുത്തിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ മാനസാന്തര പ്രസംഗവും യോഹന്നാൻ്റെ സ്നാനവും ദൈവത്തോട് ഏറ്റവും അടുത്താണ് എന്ന് അഭിമാനിക്കുന്ന അബ്രഹാം പിതാവിൻ്റെ കെയർ ഓഫിൽ തങ്ങളെ തന്നെ വിശുദ്ധരായി ചിന്തിച്ചിരുന്ന യഹൂദന്മാരെ തന്നെയാണ് താൻ സ്നാനപ്പെടുത്തിയത്. ഈ കാര്യമാണ് യഹൂദ മതത്തിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിന് അവർക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്.
അതുകൊണ്ടാണ് തൻ്റെ സ്നാനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നത്. നീ ഏലിയാവല്ലെന്ന് പറയുന്നു, ക്രിസ്തുവല്ലെന്ന് പറയുന്നു, മറ്റേ പ്രവാചകനല്ലെന്ന് പറയുന്നു, എങ്കിൽ പിന്നെ ഈ അധികാരം നിനക്കാരാണ് തന്നത്? പക്ഷേ ഡയറക്റ്റായിട്ട് ഒരു കോൺഫ്രണ്ടേഷൻ നടത്താതെ അവിടെയും യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ ഉയർത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമുക്ക് ചിന്തിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ ഇസ്രായേലിൻ്റെ മുൻപിൽ താൻ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് നമ്മൾക്ക് അല്പമായി ശ്രദ്ധിക്കാം. അവിടെ ഇങ്ങനെയൊരു വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്, പിറ്റേന്നാൾ. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ ആ വാക്ക് ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. പിറ്റേന്നാൾ. പിറ്റേന്നാൾ എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ. 19 മുതൽ 28 വരെ ഉള്ള വാക്യങ്ങളാണ് ആദ്യത്തെ ദിവസം. അതിൻ്റെ പിറ്റേന്നാൾ 2-ാം ദിവസം ആണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ 1-ാം അധ്യായത്തിൽ പല ആവർത്തി അതിൻ്റെ 35-ാം വാക്യം, 43-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെയെല്ലാം പിറ്റേന്നാൾ പിറ്റേന്നാൾ എന്നൊരു പ്രയോഗം കാണും. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് 3-ാം നാൾ എന്നാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഒരാഴ്ചയാണ് എഴുത്തുകാരനായ യോഹന്നാൻ വിവരിക്കുന്നത്. ആദ്യത്തെ ദിവസം യഹൂദന്മാരുടെ നേതൃത്വത്തോട് കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ സാക്ഷീകരിക്കുന്നു. 2-ാമത്തെ ദിവസം ഇസ്രായേലിനോട് യോഹന്നാൻ സ്നാപകൻ സാക്ഷീകരിക്കുന്നു. 3-ാമത്തെ ദിവസം യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചിലർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. 4-ാമത്തെ ദിവസം, അതായത് 43-ാം വാക്യത്തിൽ ഗലീല ദേശം വിട്ട് യേശു പോകുവാൻ താല്പര്യപ്പെടുന്നു. എന്നിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം നാൾ എന്നെഴുതിയിരിക്കുന്ന പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട് എന്നാണ് അത് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 7 ദിവസത്തെ സംഭവമാണ് എഴുത്തുകാരനായ യോഹന്നാൻ വിവരിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാട് എന്ന് ഉള്ള ആ പ്രസ്താവന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു പുതുമയുള്ളതാണ്. എങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ടെർമിനോളജി അവർക്ക് പുതിയതല്ല. പഴയ നിയമ കാലഘട്ടം തൊട്ടേ കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യുന്ന അനുഭവങ്ങൾ യഹൂദ മതത്തിൽ അത് വളരെ സജീവമായുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ കുഞ്ഞാടിനെ അറുത്തുള്ള യാഗം നടക്കുന്നുണ്ട്. അല്ലാതെ തന്നെ വിശേഷമേറിയ അവരുടെ പല ഉത്സവങ്ങളിൽ ഈ യാഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ മനസ്സിൽ പാപത്തിനുള്ള വിമോചനത്തിനായി, പാപത്തിന് പരിഹാരമായി, അവർക്ക് പരിഹാരമായി ഒരാട്ടിൻകുട്ടിയെ കൊല്ലണമെന്നുള്ള ആ ചിന്ത ദൈവത്തിൻ്റെ കൽപ്പനയായി ദൈവവചനത്തിലൂടെ അവർക്കത് നന്നായി അറിയാം. മാത്രമല്ല, യെശയ്യാ പ്രവചനം 53-ലുള്ള മെശിയായോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ പ്രവചിക്കുന്ന ആ പ്രസ്താവനകൾ, അതിൻ്റെ 7-ാം വാക്യം, ആ വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 32-ൽ ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷീകരിക്കുന്നത്. അതാണ് 1 പത്രോസ് 1:19 നമ്മൾ കാണുന്നത്. വരാൻ പോകുന്ന മെശിയായെക്കുറിച്ചുള്ള ചിന്തകൾ അടങ്ങിയ ആ പ്രസ്താവനകളൊക്കെ യഹൂദന്മാർക്ക് നന്നായി അറിയാം. യെശയ്യാ പ്രവചനം 53 ദൈവമക്കളൊന്ന് എടുത്താൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും
അവൻ വായ തുറക്കാതിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ അധ്യായം ദൈവമക്കൾക്കറിയാമല്ലോ, പ്രത്യേക നിയോഗത്താൽ ശമരിയയിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ വിട്ട് ഫിലിപ്പോസിനെ ദൈവം ഡയറക്റ്റ് ചെയ്യുന്ന ഗസയ്ക്കുള്ള വഴിയെ താൻ പോകുമ്പോൾ ഷണ്ണനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് ഫിലിപ്പോസ് ഷണ്ണന് അത് ആരെക്കുറിച്ചാണ് എന്ന് താൻ വ്യാഖ്യാനിക്കുന്ന ആ ഭാഗമാണ്. 8:32 തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ഇതാണ്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. 34-ാമത്തെ വാക്യത്തിൽ ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. 35-ൽ ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. വായിച്ചുകൊണ്ടിരുന്ന ഷണ്ണന് യെശയ്യാ പ്രവാചകന് തന്നെക്കുറിച്ച് തന്നെയാണോ അത് വേറൊരാളെക്കുറിച്ചാണോ പറയുന്നത് എന്ന ആ ഒരു ചോദ്യത്തിന് ഫിലിപ്പോസ് വ്യാഖ്യാനിച്ച് പറയുകയാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം ഷണ്ണനോട് പറയുന്നു. ആ ഭാഗം ഞാൻ അവിടെ വിടുവാൻ താല്പര്യപ്പെടുന്നു. ഷണ്ണൻ പിന്നീട് ആ സുവിശേഷം സ്വീകരിച്ച് സ്നാനപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. അപ്പം യഹൂദന്മാരുടെ ചിന്തയിൽ വരാൻ പോകുന്ന മശിയായെക്കുറിച്ചുള്ള ചിത്രത്തിൽ കുഞ്ഞാടിനെ ആലങ്കാരികമായി പ്രവാചകൻ ഉപയോഗിച്ചത് അവരുടെ മനസ്സിൽ സജീവമായിട്ടുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനത്തിലും നമ്മൾക്ക് ഇത് കാണുവാൻ കഴിയും. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഞാൻ ഇതോട് ചേർന്ന് വായിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ദൈവത്തിൻ്റെ വചനം പരിചയപ്പെടുത്തുകയാണ്. പഴയ നിയമകാലത്തെ യഹൂദന്മാർ യാഗങ്ങൾ ആടിനെ അറുത്തു ചെയ്തപ്പോൾ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഇസ്രായേലിന് മുൻപിൽ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അത് മശിയായ്ക്കുള്ള ഒരു പോയിന്ററൂടെയാണ്. ഇവനാണ് വരാനുള്ളവൻ എന്നുള്ള ഒരു സൂചനയുടെയാണ്. തീർച്ചയായിട്ടും പിറ്റേനാൾ എന്ന് പറഞ്ഞ് 29-ാമത്തെ വാക്യത്തിൽ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്ത നേതൃത്വത്തിലുള്ള ചിലരെങ്കിലും യോഹന്നാൻ്റെ ഈ പ്രസ്താവനകൾ കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദ ലാംബ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാണ് യോഹന്നാൻ ഇസ്രായേലിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം അവിടെ ചൂണ്ടിക്കാട്ടുവാനുള്ളത്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇസ്രായേലിൻ്റെ പാപം മാത്രം ചുമക്കുന്ന കുഞ്ഞാടല്ല. പണ്ടത്തെ സിംബോളിക്കായിട്ടുള്ള ആടുകളെല്ലാം ഇസ്രായേലിൻ്റെ പാപം, യഹൂദൻ്റെ പാപത്തെയാണ് ചുമന്നത്. അതിനുള്ള പരിഹാരമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ടേക്കിംഗ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാടിന് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു വലിയ ദൂത് നമുക്കെല്ലാവർക്കുമുണ്ട്. യേശു കർത്താവ് വന്നത് ഏതെങ്കിലും ഒരു ഗോത്രത്തിന് വേണ്ടിയോ ഒരു ജാതിക്കോ വേണ്ടിയോ മാത്രമല്ല, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവം തൻ്റെ കുഞ്ഞാടാകുന്ന പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. തന്നിൽ ആശ്രയിക്കുന്നവരുടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം തരുവാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശുവാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെയാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. വളരെ കൃത്യമായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. നോക്കുക പ്രയോഗങ്ങൾ. എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു,
അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നതുകൊണ്ട്. വാസ്തവത്തിൽ യോഹന്നാന് ശേഷം 6 മാസം ശേഷമാണ് യേശു കർത്താവിൻ്റെ ജഡ അവതാരം എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ നമുക്കറിയാം. എന്നാൽ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ കർത്താവിൻ്റെ നിത്യതയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത് 15-ാം വാക്യത്തിൽ പറഞ്ഞത് തന്നെ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 27-ൽ പറഞ്ഞതൂടെ പിന്നെയും ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിലെ ഒരു വാക്ക് മാത്രമേ അവിടെ അഡീഷൻ ഉള്ളൂ. എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു എന്ന ആ പ്രയോഗം. അതിന് എ മാൻ ഹൂ കംസ് ആഫ്റ്റർ മീ. അതിൻ്റെ അർത്ഥം ഇത്രയും മാത്രമേ ഉള്ളൂ. ആ മാൻ എന്നുള്ളിടത്ത് അതിൻ്റെ മൂലഭാഷയെ അർത്ഥമാക്കുന്നത് മെയിൽ എന്ന പ്രയോഗമാണ്. വാസ്തവത്തിൽ ആ മലയാളം തർജിമ വളരെ അനുഗ്രഹിക്കപ്പെട്ട തർജിമയാണ്. ആ ജെൻഡറിനെ കുറിക്കുന്ന ഒരു പ്രയോഗം എന്ന് മാത്രം നമ്മൾ അവിടെ ചിന്തിച്ചാൽ മതിയാവും. 31-ാം വാക്യം, ഞാനോ അവനെ അറിഞ്ഞില്ല. എന്താണ് യോഹന്നാൻ സ്നാപകൻ അർത്ഥമാക്കുന്നത്? യോഹന്നാൻ സ്നാപകൻ്റെ റിലേഷനാണല്ലോ യേശു കർത്താവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്: നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇതാ 6-ാം മാസം. ദൂതൻ മറിയോട് പറയുന്ന ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ചത്. എലിസബേത്തും മറിയയും തമ്മിൽ റിലേഷൻസാണ്. ഒരുപക്ഷെങ്കിൽ കർത്താവിൻ്റെ കസിനാണ് യോഹന്നാൻ സ്നാപകൻ. ആ നിലയിൽ യേശുവിനെ മാനുഷികമായി അറിയാം. പക്ഷേ യേശു ആരാണ് എന്നുള്ളത് വെളിപ്പാടിനാൽ താൻ അറിഞ്ഞില്ല എന്നാണ് താൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ഞാനോ അവനെ അറിഞ്ഞില്ല. അത് 33-ാം വാക്യത്തിലും യോഹന്നാൻ സ്നാപകൻ അത് ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവൻ്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തി വരുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായി ഈ ദൈവവചനം പറയുന്നുണ്ട്. മാനുഷികമായി തനിക്ക് യേശുവിനെ കസിൻ എന്ന നിലയിൽ മാത്രമേ അറിയത്തുള്ളൂ. യേശു മശിയയാണ് എന്നുള്ള കാര്യം യോഹന്നാൻ വെളിപ്പാടിനാലാണ് അറിയുന്നത്. എങ്ങനെയാണ് യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയത്? യോഹന്നാനെ സ്നാനപ്പെടുത്തുവാൻ പിതാവാം ദൈവം നിയോഗിച്ചയക്കുമ്പോൾ, സ്നാനം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്ന് സ്ഥിരമായി ആവസിക്കുന്നുവോ ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവിൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നത്. ആ വ്യക്തിയാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഒരു അടയാളം കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ 29 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിനു മുൻപ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം നടന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനം ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എത്രാമത്തെ വയസ്സിലാണ് യേശു കർത്താവ് വന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ദൈവവചനത്തിലുണ്ട്. 21-ാം വാക്യം മുതൽ, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ
അത് ലൂക്കോസ് പ്രത്യേകം എഴുതുന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നതുപോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇതായിരുന്നു യോഹന്നാൻ സ്നാപകനുള്ള പ്രത്യേക അടയാളം. എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു മെശിയയാണ് എന്ന് മനസ്സിലായത്? അതൊരു ദിവ്യമാകുന്ന വെളിപ്പാടിനാലാണ്. ദൈവം കൊടുത്ത ഒരു പ്രത്യേകമായ ഒരു വെളിപ്പാടാണ്. പരിശുദ്ധാത്മാവിനെ ആർക്കും നേരിട്ട് കണ്ണുകൊണ്ട് കാണത്തില്ല. പക്ഷേ യോഹന്നാൻ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി ആവസിക്കുന്നത് കാണേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാവെന്ന ദേഹരൂപത്തിൽ, പരിശുദ്ധാത്മാവ് പ്രാവല്ല, പ്രാവിൻ്റെ ബോഡിലി ഫോമിൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരികയാണ്. അങ്ങനെ വന്ന് യേശുവിൻ്റെ മേൽ വന്ന് ആവസിക്കുന്നതായിട്ട് യോഹന്നാൻ മനസ്സിലായി. യോഹന്നാന് മനസ്സിലാകാനാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു ബോഡിലി ഫോമിൽ ആ സമയത്ത് ഇറങ്ങുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാവ് ഇപ്പോഴും പല യോഗങ്ങളിൽ ഇറങ്ങുന്നതായിട്ടൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രചരണങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് സ്വർണപ്രാവായിരുന്നു എന്ന് ആളുകൾ ഒക്കെ ചിന്തിച്ചു. ഇവിടെ ദൈവമക്കളെ, സ്വർണപ്രാവല്ല ഇറങ്ങിയത്. പ്രാവ് എന്ന ദേഹരൂപത്തിൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങി യേശുവിൻ്റെ മേൽ ആവസിക്കുകയാണ്. പഴയ നിയമകാലത്ത് ഹോളി സ്പിരിറ്റ് വന്നും പോകുന്ന അനുഭവമായിരുന്നു. എന്നാൽ മെശിയായുടെ മേൽ അങ്ങനെയല്ല. മെശിയായുടെ മേൽ ആത്മാവ് വന്ന് സ്ഥിരമായി ആവസിക്കുകയാണ്. ഈ അനുഭവം യോഹന്നാനെ മനസ്സിലാക്കേണ്ടതിന് പ്രാവ് എന്ന ദേഹരൂപത്തിൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരികയാണ്. ഇതാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് നടക്കുന്ന സമയത്ത് പിതാവാം ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിത്തൗട്ട് എനി മിസ്റ്റേക്ക് ഇതാണ് മെശിയ എന്ന് യോഹന്നാൻ സ്നാപകന് മനസ്സിലായി. ഇസ്രായേലിന് ദൈവത്തിൻ്റെ പുത്രനെ, മെശിയായെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ യോഹന്നാൻ പരസ്യമായി ടെസ്റ്റിഫൈ ചെയ്യുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയാണ് യോഹന്നാനെ ദൈവം അയച്ചത്. അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ യഹൂദ അധികാരികൾ ഏതധികാരത്തോടെയാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത് ചോദിച്ചപ്പോൾ താൻ അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയാതെ 29 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ അധികാരം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് യോഹന്നാൻ സ്നാപകൻ വളരെ വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത്. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, അത് ഞാൻ കണ്ടു. അത് അവൻ്റെ മേൽ വസിച്ചു. വന്നും പോയി നിൽക്കുന്ന അനുഭവമോ താൽക്കാലികമായി ഉണ്ടായ ഒരു അനുഭവമല്ല. യേശുക്രിസ്തുവിൻ്റെ മേൽ ആത്മാവ് വന്ന് വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. അത് തൻ്റെ മനുഷ്യത്വത്തിൽ മാത്രമേ, അവരുടെ പേഴ്സണലായ റിലേഷൻഷിപ്പിലെ മാത്രമേ അറിയത്തുള്ളൂ. വെളിപ്പാടിനാൽ ഞാൻ അവനെ അറിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മ സ്നാനമെന്നുള്ളതും ഒരു ഉപദേശ സത്യമാണ് എന്ന ചില സൂചനകൾ മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഉപദേശ സത്യങ്ങൾ പലതും ഈ കാലഘട്ടത്തിൽ വളരെ വൈകല്യമായിട്ടുള്ള ചിന്തകളാണ് പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നത്. ചില ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൽ വളരെ വേദനയുണ്ടാകാറുണ്ട്. ഭൂമിയിലെ ഒരു മനുഷ്യനുമല്ല ആത്മാവിൽ ആരെയും നിറയ്ക്കുന്നത്. യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മ സ്നാനം കൊടുക്കുന്നത്.
ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ചില പ്രത്യേക നിയോഗത്താൽ ചില വ്യക്തികളെ കർത്താവിന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാം. അവർ കരം വെക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ലഭ്യമാകും. അത് ഈ വ്യക്തിയല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ആത്മാവിനെ കൊടുക്കുന്നത് എപ്പോഴും കർത്താവ് തന്നെയാണ്. ഏതോ ഒരു ശുശ്രൂഷകനെ കർത്താവ് അതിനായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടയാളായിരിക്കണം. രക്ഷിക്കപ്പെടാത്തയാളിന് പിതാവാം ദൈവവുമായ യേശുക്രിസ്തുവിലൂടെ വ്യക്തിപരമായ ബന്ധമില്ലാത്തയാളിന് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയില്ല. വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവ് തരുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മ സ്നാനം. സ്നാനം എന്ന വാക്ക് ദൈവമക്കൾക്കറിയാം. വെള്ളത്തിലുള്ള സ്നാനമുണ്ട്. ആളിനെ മുഴുകലായി മുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായൊരു വ്യക്തിത്വത്തെ നിറയ്ക്കുന്ന അനുഭവം. അതിൻ്റെ അർത്ഥം ആത്മാവ് വ്യക്തിയെ പൂർണ്ണമായി എടുക്കുക. അങ്ങനെ ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആത്മസ്നാനം ലഭിച്ചു എന്ന് പറയുന്ന പലരും ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാതെ കേവലം ചില മാനിഫെസ്റ്റേഷൻസ് അവർക്കുണ്ടായി എന്നതാണ് അവരെ സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുവാനായി പ്രോത്സാഹിപ്പിക്കുകയും പലരും അത് കൃത്രിമമായി പോലും ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാതെയില്ല. മാനിഫെസ്റ്റേഷൻസിനേക്കാൾ വലിയതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി ഒരുവനിൽ ഇറങ്ങി വന്ന് സ്ഥിരമായി താമസിച്ചാൽ അവനെ ആത്മാവ് നിയന്ത്രിക്കുവാൻ തുടങ്ങും. അഥവാ ആ വ്യക്തി ആത്മാവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെട്ടാൽ ജയകരമായ ക്രിസ്തീയ ജീവിതം ഈ ദുഷ്ടതയും വക്രതയും നിറഞ്ഞ ലോകത്തിൽ ജീവിക്കാൻ കഴിയും എന്ന ആശയമാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സും അനുഭവങ്ങളും പലയിടങ്ങളിൽ അത് പ്രോപ്പറായിട്ടല്ല എന്ന് എനിക്ക് ചിലരുടെയെങ്കിലും ശുശ്രൂഷകളും പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ വളരെ ഹൃദയവേദനയോടെ ഞാൻ ആ കാര്യങ്ങൾ കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില പ്രത്യേകമായുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആളുകളെ ഉപരിതലത്തിൽ വിപ്ലവകരമായി അവരെ ഇമോഷണലായി വൈകാരികമായി ഇളക്കി അവർക്ക് ആത്മാവിനെ കിട്ടി എന്ന ധാരണ അവർക്ക് കൊടുക്കുന്നത് വളരെ തെറ്റാണ് എന്ന് ദൈവവചനത്തിലൂടെ ഞാൻ പറയാം. തൂവാലകളെടുത്ത് എറിയുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകമായുള്ള കാര്യപരിപാടികൾ ചെയ്ത് സാധുക്കളായ ജനത്തെ ദൈവവചനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ഡൈവേർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. എൻ്റെ കേൾവിക്കാരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം എത്രയോ സ്പഷ്ടമായിട്ടാണ് കാര്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതിനപ്പുറത്ത് ഒരു കാര്യമില്ല. നമുക്കുള്ള സകല അനുഭവങ്ങളും ദൈവവചനത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അനുഭവങ്ങളല്ല നമ്മളെ ലീഡ് ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിലാണ് നമ്മൾ അടിസ്ഥാനപ്പെട്ട് ഇരിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇസ്രായേലിന് യേശു കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആത്മസ്നാപകനായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ പുത്രനായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് യോഹന്നാൻ സ്നാപകന് മനസ്സിലായത്? തൻ്റെ കസിൻ എന്ന നിലയിൽ മാനുഷികമായി തനിക്കൊരറിവുണ്ടെങ്കിലും അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞത് വെളിപ്പാടിനാലാണ്. അത് യേശു കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്താണ് തനിക്കത് ബോധ്യമാകുന്നത്. യോഹന്നാൻ്റെ ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വസിക്കുന്നതും പിതാവാം ദൈവത്തിൻ്റെ ശബ്ദവും താൻ കേൾക്കുന്നത്.
അങ്ങനെയാണ് യേശുക്രിസ്തു മശിഹയാണെന്ന് തനിക്ക് വെളിപ്പെടുന്നത്. അതാണ് 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവപുത്രൻ എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ ചോസൺ വൺ ഓഫ് ഗോഡ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് തുല്യനായിരിക്കുന്നവൻ എന്നതാണ് ദൈവപുത്രൻ എന്ന ആ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഉയരത്തിൽ നിന്ന് വന്നവൻ, പിതാവാം ദൈവത്തോട് തുല്യനായവൻ. 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവും ചേർത്ത് പഠിച്ചാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. വേറൊരു ഭാഷാന്തരത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഏകജാതനായ ദൈവം. പിതാവാം ദൈവത്തോട് ഇന്നലത്തെ നിത്യത മുതൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച അതേ സ്വഭാവമുള്ള പുത്രൻ. അല്ലാതെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന ആ ഒരു ടെർമിനോളജി കൊണ്ട് അനേക ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് നമ്മൾ മാനുഷികമായി ഒരാളുടെ പുത്രൻ എന്ന് വിളിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായി ചിലർ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു ടെർമിനോളജിയാണ് എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ആരാണ്? ആദ്യത്തെ 18 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും നമ്മൾ ചിന്തിച്ചു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 15-ാമത്തെ വാക്യവും പിന്നീട് 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയിലും യോഹന്നാൻ എടുത്തു കാട്ടുവാനുള്ളത് ജീസസിനെയാണ്. യേശു കേവലം ഒരു മതനേതാവല്ല, യേശു കേവലം യഹൂദന്മാരുടെ ഒരു റബി അല്ല, യേശുക്രിസ്തു സാക്ഷാൽ മശിഹയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുക്രിസ്തുവാണ് തന്നിൽ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നവൻ. ഇതുപോലെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എങ്ങനെ? യോഹന്നാൻ സ്നാപകനെ പോലെ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ. യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകൻ, എന്ന പ്രസംഗി ഒരൊറ്റ വാക്കുകൊണ്ട് പോലും ജനത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാതെ യേശുക്രിസ്തുവിലേക്ക് തിരിക്കുന്നത് നമുക്കൊരു വലിയ പാഠമാകട്ടെ. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ കാലഘട്ടത്തിലെ പ്രസംഗികളോട് എനിക്ക് പറയുവാനുള്ളത്, വളരെ ഹൃദയവേദനയോടെ ഞാൻ പറയാം, പ്രസംഗം ഒരു കലയാണെന്ന് ചിന്തിച്ച് വളരെ പ്രത്യേക നിലകളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനപ്രീതിയും ശ്രദ്ധയും തങ്ങളിലേക്ക് ആകർഷിക്കുന്ന പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗവും പഠിപ്പിക്കലും ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമാണ്. പക്ഷേ ഈ 2 കാര്യങ്ങൾ, പ്രസംഗവും പഠിപ്പിക്കലും, എന്തിനാണ്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത് ജനത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക്, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലേക്ക് തിരിക്കുവാൻ വേണ്ടിയാണ്. ഇത് പണമുണ്ടാക്കാനുള്ള മാർഗമല്ല. ഇത് പ്രസംഗിച്ചും പഠിപ്പിച്ചും നമ്മളെ ആ പ്രസംഗിയെ വലുതാക്കുവാനുള്ളതല്ല. പ്രത്യേക പ്രാസങ്ങളും ശൈലികളും ഉപയോഗിച്ച് ആളുകളുടെ കയ്യടി മേടിക്കുവാനുള്ളതല്ല. യോഹന്നാൻ സ്നാപകനെ ശ്രദ്ധിക്ക്, തൻ്റെ ഓരോ വാക്കും ഓരോ ചലനവും യേശുക്രിസ്തുവിനെ ഉയർത്തുവാനാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദൈവം നമ്മൾക്ക് അതിനുള്ള കൃപ തരട്ടെ. സെൽഫിനവിടെ സ്ഥാനമില്ല. ഞാനോ കുറയണം, യേശുക്രിസ്തു വളരണം. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും അത് പഠിക്കാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്താൽ അയക്കപ്പെട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ ദൈവം അയച്ച ഒരു ദൈവത്തിൻ്റെ ദാസൻ, ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച ഒരു ദൈവത്തിൻ്റെ ദാസൻ ആണെങ്കിൽ അദ്ദേഹം മുഴുവനും ഫോക്കസ് ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ ഉയർത്തുവാനായിരിക്കും. പരിശുദ്ധാത്മാവ് വരുന്നത് ആരെയും വ്യക്തികളെ ഉയർത്തുവാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം യേശുവിനെ ഉയർത്തുന്നതായിരിക്കും. ഈ എപ്പിസോഡുകളിലൂടെ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുവാൻ
കേൾവിക്കാരായ നിങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം ഈ സുവിശേഷത്തിൻ്റെ കുറിവാക്യം അതാണ്. അങ്ങനെ യേശു ദൈവത്തിൻ്റെ പുത്രനെന്ന ആളുകൾ വിശ്വസിക്കുമ്പോൾ ആദ്യ നിമിത്തം അവർക്ക് നിത്യജീവൻ, അതായത് ദൈവത്തിൻ്റെ ജീവൻ അവരിൽ വ്യാപരിക്കും. മാത്രമല്ല, എൻ്റെ കേൾവിക്കാരായ ശുശ്രൂഷകരോട്, സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, പോകുന്നിടത്തെല്ലാം യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. അങ്ങനെ യേശുവിനെ ഉയർത്തുന്ന ശുശ്രൂഷകരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.